ഹലോ, അപ്പോൾ ഇതാ നമ്മളെ ഓർക്കാപ്പുളി മരത്തുമ്പോൾ ഇഷ്ടം പോലെ ഓർക്കാപ്പുളി ഉണ്ടായിക്കട്ടോ. അപ്പോൾ ഉപ്പും മുളകും ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിൽ വന്നൊരു ഓർക്കാപ്പുളി ഇങ്ങോട്ട് പറിക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ ഉപ്പുക, എന്നിട്ട് ഇങ്ങനെ കടിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ ഓർക്കാപ്പുളി ഉണ്ടാവുമ്പോൾ കീറി ഉപ്പിട്ട് ഉണക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. പിന്നെ ഈ ഓർക്കാപ്പുളി കൊണ്ട് നമുക്ക് ഇത് പറിച്ചെടുത്ത് കഴുകി എടുത്തിട്ട് 4 ആയിട്ട് കീറിയിട്ട് നമുക്ക് ഈ നല്ല വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് അത് അച്ചാറിടാം, പിന്നെ മീൻ കറിയിലിടാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ തന്നെ അച്ചാറിടുക, മീൻ കറി വെക്കുമ്പോൾ മീൻ കറിയിൽ ഈ സാധനം കീറിയിട്ടാൽ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഓർക്കാപ്പുളി വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി, ഞങ്ങളെ പേരേക്ക് പോന്നോളി കേട്ടോ. അപ്പം ഇത് ഉണക്കിയത് ഞാനൊന്ന് കാണിച്ചു തരാം. വെയിലത്തിട്ട് ഉണക്കിയിട്ടുള്ള ഓർക്കാപ്പുളി കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം തന്നെ ഇതിയെ പറിച്ച് ഉണക്കിയത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ, ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ അതാ കണ്ടോ, ഇത് നല്ല ഒരാഴ്ച കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടി. പച്ചക്ക് കീറി ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെന്ന് കാണിച്ചു തരികയാണ് ഞാൻ. ഇത് പറിക്കണതും കഴുകണതും കീറുന്നതും ഉണക്കുന്നതും എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വാളൻപുളിയൊക്കെ പൈസ കൊടുത്ത് കാശ് കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണവരുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പകരം ഇത് ഉപയോഗിക്കാം. ഇത് കുറച്ചിട്ടാൽ മതി, നല്ല പുളിയായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്നും ഇത് ഉപകാരമാവും. അപ്പോൾ ടാറ്റാ.